അപ്പോൾ എല്ലാവർക്കും അഗെയിൻ നമസ്കാരം. ഇന്ന് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈവനിങ് സമയമാണ്. ഇത് ഈവനിങ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഈ കാണുന്ന കേട്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഡോണർ ഏരിയ തിരിഞ്ഞ് കാണിക്കാം. ഈ ഡോണർ ഏരിയ ഓക്കെ. അപ്പം എനിക്ക് ഈ ടൈമിൽ ഒരു അപ്ഡേറ്റായിട്ട് പറയാനുള്ളത്, എനിക്ക് ചൊറിച്ചിൽ നല്ല കുറഞ്ഞിട്ടുണ്ട്. ചൊറിച്ചിൽ നല്ല കുറഞ്ഞ്, പക്ഷേ തരിപ്പെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഇത്രയും ഭാഗത്തും എനിക്ക് ഇപ്പോഴും തൊട്ടാൽ വലുതായിട്ട് അറിയുന്ന ഒരവസ്ഥയല്ല. നല്ല എന്താ പറയുക, ഒരു അനസ്തേഷ്യയുടെ പവർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ സൈഡിലോട്ടൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം തരിപ്പിൻ്റെ അവസ്ഥ അതാ. പിന്നെ എനിക്ക് ഈ ബാക്ക് സൈഡ് ഇതായി ഈ ഡോണർ ഏരിയയിലും ചെറുതായിട്ട് ഇങ്ങനെ കുരുക്കൾ വരുന്ന പോലെ തോന്നണുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്ത വേറൊരു ബ്രോയായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരനും ഇതേ പ്രശ്നം കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല, പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല, നോർമലാണ്. ചില ആൾക്കാർക്ക് കുരു വരും. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് ഈ സാധനം ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. മാക്സിമം വെള്ളം കുടിക്കണമുണ്ട്. അപ്പോൾ ആരും പാനിക് ആവണ്ട. ഇങ്ങനത്തെ കുരു ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ അവിടെ കാണിച്ചില്ലേ, ഇതുപോലത്തെ കുരുക്കൾ കുറച്ച് നാളുണ്ടാവും. അത് നോർമലാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. വെള്ളം കുടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈവനിങ് അപ്ഡേറ്റ്. അപ്പം ഇനി പിന്നീട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.